ഇന്ന് നമ്മൾ നോക്കുന്നത് പൂരാടം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ്. പൂരാടം ശുക്രന്റെ നക്ഷത്രമാണ്. ധനുരാശിയിലാണ് ഇതിന്റെ സ്ഥാനം. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ ആകർഷകമായ വ്യക്തിത്വവും നല്ല ബുദ്ധിസാമർഥ്യവും ഉണ്ടാകും. ഇവർക്ക് മറ്റുള്ളവരുമായി എളുപ്പത്തിൽ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. സ്വതന്ത്രമായ ചിന്താഗതിയും സാഹസിക മനോഭാവവും ഇവരുടെ പ്രത്യേകതകളാണ്. ലക്ഷ്യബോധമുള്ളവരും കഠിനാധ്വാനികളും ആയിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ധൃതിയും അക്ഷമയും കാണിക്കാൻ സാധ്യതയുണ്ട്. കലാപരമായ കഴിവുകളും സംഗീതത്തോടുള്ള താല്പര്യവും ഇവർക്ക് കൂടുതലായി കണ്ടുവരുന്നു. വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് പൂരാടം നക്ഷത്രക്കാർ. സെപ്റ്റംബർ മാസം പൂരാടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും. പല മേഖലകളിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. ശരിയായ ആസൂത്രണവും കഠിനാധ്വാനവും വഴി ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും. സെപ്റ്റംബർ മാസം പൂരാടം നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ചെറിയ അസുഖങ്ങളെ അവഗണിക്കരുത്. കൃത്യസമയത്ത് വൈദ്യസഹായം തേടുക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, തലവേദന, പനി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ കഴിക്കുകയും പതിവായി വ്യായാമം ചെയ്യുകയും ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് നല്ലതാണ്. യാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യമാണ് ഈ മാസം. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ മികച്ച വിജയം നേടാൻ സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഈ മാസം നല്ലതാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിജയം നേടാൻ സാധ്യതയുണ്ട്. അധ്യാപകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. കൂട്ടായ പഠനം ഗുണകരമാകും. തൊഴിൽ രംഗത്ത് പൂരാടം നക്ഷത്രക്കാർക്ക് ചില ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ കഠിനാധ്വാനവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ സാധിക്കും. പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും ടീം വർക്കിൽ ഏർപ്പെടുകയും ചെയ്യുക. മേലുദ്യോഗസ്ഥരുമായി നല്ല ആശയവിനിമയം നടത്തുന്നത് ഗുണകരമാകും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം പൂരാടം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകാൻ സാധ്യത. അപ്രതീക്ഷിതമായി ചില ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അമിതമായി പണം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുക. പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നല്ലതാണ്. വരുമാന വർധനവിന് പുതിയ വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുക. അനാവശ്യമായ കടങ്ങൾ ഒഴിവാക്കുക. കുടുംബജീവിതത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. വീട്ടിൽ സന്തോഷകരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കും. കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. കുടുംബത്തിൽ പുതിയ ആഘോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചില ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. പ്രണയബന്ധങ്ങളിൽ പൂരാടം നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകുക. പ്രണയിക്കുന്നവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിവാഹിതർക്ക് ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ചില ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. യാത്രകൾക്ക് ഈ മാസം പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമാണ്. വിനോദയാത്രകൾക്കും തീർത്ഥാടനങ്ങൾക്കും പോകാൻ സാധ്യതയുണ്ട്. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും സാധിക്കും. യാത്രകൾ ചെയ്യുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. പൂരാടം നക്ഷത്രക്കാരുടെ 2025 സെപ്റ്റംബർ മാസത്തിലെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും അനുകൂലമായ ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചെയ്യാവുന്ന ദോഷപരിഹാരങ്ങൾ വിശദമായി നോക്കാം. പൂരാടം നക്ഷത്രത്തിന്റെ അധിപനായ ശുക്രന്റെ അതിദേവത ലക്ഷ്മി ദേവിയാണ്. അതിനാൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെ ശുഭകരമാണ്. ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും നൽകും. ദേവിക്ക് നെയ്വിളക്ക്, താമരപ്പൂക്കൾ, കുങ്കുമം, ചുവന്ന പട്ടുസാരി എന്നിവ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. ലക്ഷ്മി സഹസ്രനാമം, ലളിത സഹസ്രനാമം എന്നിവ ചൊല്ലി ദേവിക്ക് അർച്ചന നടത്തുന്നത് ഗുണകരമാകും. എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ബുധനാഴ്ചകളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ഗണപതി ഹോമം, നാളികേരമുടയ്ക്കൽ, അപ്പം നിവേദ്യം എന്നിവ സമർപ്പിക്കുകയും ചെയ്യുക. പൂരാടം നക്ഷത്രക്കാർക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതും നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാലഭിഷേകം, പഞ്ചാമൃതം, പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നത് ദോഷഫലങ്ങളെ ലഘൂകരിക്കും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസി അർച്ചന നടത്തുന്നത് വിഷ്ണുപ്രീതി നേടാൻ സഹായിക്കും. ഇത് സാമ്പത്തിക ഉന്നതിക്കും മാനസിക സമാധാനത്തിനും നല്ലതാണ്. ശുക്രന്റെ അതിദേവതയായ ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്താൻ ലക്ഷ്മി മന്ത്രങ്ങൾ, വിഷ്ണു മന്ത്രം, ശുക്രമന്ത്രം എന്നിവ നിത്യവും ജപിക്കുന്നത് ഉത്തമമാണ്. ശുക്രനുമായി ബന്ധപ്പെട്ട ദോഷങ്ങളെ കുറയ്ക്കാൻ വെള്ളിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ്. ഈ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ലളിതമായ സസ്യാഹാരം മാത്രം കഴിക്കുകയും ചെയ്യുക.
പൗർണമി ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നു. ഇത് ചന്ദ്രന്റെ സ്വാധീനം ശുഭകരമാക്കാൻ സഹായിക്കുന്നു. സാമ്പത്തിക ഉന്നതിക്കും ആത്മീയ ഉന്നതിക്കും ഏകാദശി വ്രതം ഉത്തമമാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്താൻ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. വെള്ള, മഞ്ഞ അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്തും. വെള്ളിയാഴ്ചകളിൽ ഇത് ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നത് വലിയ പുണ്യകർമ്മമാണ്. അന്നദാനം എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കും. കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് കലാകാരന്മാർക്ക് സഹായം നൽകുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. വെള്ളിയാഴ്ചകളിൽ സ്ത്രീകൾക്ക് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ, മധുരപലഹാരങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ ദാനം ചെയ്യുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്തും. ശനിദോഷങ്ങളെ ലഘൂകരിക്കാൻ ശനിയാഴ്ചകളിൽ കടുക് അല്ലെങ്കിൽ എള്ളു ദാനം ചെയ്യുന്നത് നല്ലതാണ്. ശുക്രന്റെ പ്രധാന രത്നം വജ്രമാണ്. വജ്രം ധരിക്കുന്നത് ശുക്രന്റെ അനുകൂല ഊർജ്ജങ്ങളെ വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ ഐശ്വര്യം, ആരോഗ്യം, സൗന്ദര്യം, സന്തോഷം എന്നിവ കൊണ്ടുവരികയും ചെയ്യും. എന്നാൽ വജ്രം ധരിക്കുന്നതിന് മുൻപ് ഒരു യോഗ്യനായ ജ്യോതിഷന്റെ ഉപദേശം തേടുകയും ഗ്രഹനില പരിശോധിച്ച് ഉചിതമായ ഭാരം, ലോകം, ധരിക്കേണ്ട വിരൽ എന്നിവയെക്കുറിച്ച് അറിയുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വജ്രത്തിന് പകരമായി ഓപ്പൽ രത്നം ധരിക്കാവുന്നതാണ്. ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ പുണ്യകരമായ കർമ്മമാണ്. ആൽമരത്തിന്റെ ചുവട്ടിൽ വിളക്ക് കൊളുത്തുന്നതും പരിഹാരമായി കണക്കാക്കപ്പെടുന്നു. ശനിയാഴ്ചകളിൽ ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്യുന്നത് ശനിദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും. അരയാൽ മരത്തെ പൂജിക്കുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, മുതിർന്നവർ എന്നിവരെ ആത്മാർത്ഥമായി ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കും. അവരുടെ വാക്കുകൾ അനുസരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരും. സാമ്പത്തിക ഉന്നതിക്കും ഐശ്വര്യത്തിനും ലക്ഷ്മി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ്. ദോഷഫലങ്ങളെ കുറയ്ക്കാനും നല്ല ആരോഗ്യം ലഭിക്കാനും സുബ്രഹ്മണ്യ പൂജ നടത്തുന്നത് നല്ലതാണ്. ഗ്രഹദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് നവഗ്രഹ ഹോമം നടത്തുന്നത് എല്ലാ നക്ഷത്രക്കാർക്കും നല്ലതാണ്. വീടും ജോലിസ്ഥലവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നത് പോസിറ്റീവ് ഊർജം കൊണ്ടുവരും. പ്രത്യേകിച്ച് പൂജാമുറിയും അടുക്കളയും വൃത്തിയായി സൂക്ഷിക്കുക. നല്ല സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് ശുക്രനെ പ്രീതിപ്പെടുത്തും. ശാന്തമായ സംഗീതം കേൾക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശുഭകരമാണ്. ഈ പരിഹാരങ്ങൾ ആത്മാർത്ഥതയോടും വിശ്വാസത്തോടെയും അനുഷ്ഠിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ പൂരാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ നേടാനും വെല്ലുവിളികളെ അതിജീവിക്കാനും സഹായിക്കും. ഓർക്കുക, ഏത് പരിഹാരം ചെയ്യുമ്പോഴും മനസ്സിന്റെ ശുദ്ധിയും വിശ്വാസവുമാണ് പ്രധാനം. സെപ്റ്റംബർ മാസത്തിൽ പ്രധാനമായും 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് സൂര്യൻ, ചൊവ്വ, ബുധൻ, കേതു, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ വരുന്നതിനാൽ തൊഴിൽ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം ലഭിക്കും. കഠിനാധ്വാനവും ആസൂത്രണവും ഉണ്ടെങ്കിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് ബുധനും ശുക്രനും മാറുന്നത് സാമ്പത്തിക ഉന്നതിക്ക് വഴിയൊരുക്കും. ആരോഗ്യകാര്യങ്ങളിൽ വ്യാഴത്തിന്റെ 6ാം ഭാവത്തിലുള്ള സ്ഥാനം കാരണം കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കുടുംബ മാതൃവിഷയങ്ങളിൽ രാഹുവിന്റെ സ്വാധീനം ചില മാറ്റങ്ങൾ കൊണ്ടുവരാം. ഈ ഗ്രഹസ്ഥിതി വിശകലനം പൊതുവായ ഫലങ്ങൾ നൽകുന്നു. ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും ദശാപഹാരങ്ങളും അനുസരിച്ച് ഈ ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കൂടുതൽ കൃത്യമായ ഫലങ്ങൾക്കായി ഒരു ജ്യോതിഷനെ സമീപിക്കുന്നത് ഉത്തമമാണ്.